ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ തോരനാണ്. നമുക്കിത് ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ എന്തിൻ്റെയോ കഴിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ എന്നും ഒരേ കറി തന്നെ ഉണ്ടാക്കി നമുക്ക് മടുക്കുന്നവർക്കാണെങ്കിൽ കുറച്ച് സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കുന്നവർക്കും പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് 3 സവാള, 5 വെളുത്തുള്ളി, 3 പച്ചമുളക്, പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി. അപ്പോൾ ആദ്യമായിട്ടൊരു പാൻ എടുക്കുക. ആ പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഞാനിപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ അത് കഴിയുമ്പം കുറച്ച് എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് കടുക് ഇടുക. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. പിന്നെ അതേപോലെ തന്നെ പച്ചമുളകും. ഇത് മൂന്നും ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് സവാളയും കൂടി ഇടാം. സവാള നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ആ മസാലയുടെ എല്ലാ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വരണം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഞാൻ എടുത്തേക്കുന്നത് 250 ഗ്രാം ചിക്കനാണ്. അത് നമുക്ക് പീസ് മാത്രമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ എല്ലോട് കൂടി എടുക്കാം. അപ്പം ആ ഒരു ചിക്കൻ നമുക്ക് ഈ വഴട്ടി വെച്ചേക്കുന്ന സവാളയിലേക്ക് നമുക്കിടാം. എന്നിട്ടെല്ലാം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇപ്പോൾ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം നമുക്ക് വേകാൻ വേണ്ടി അടച്ചു വെക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കനകത്തുനിന്ന് തന്നെ വെള്ളം എല്ലാം ഇറങ്ങും. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. കണ്ടോ, ഇപ്പോൾ ഓൾറെഡി അതിനകത്ത് വെള്ളമുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് വെള്ളം ചെറുതായിട്ടൊന്ന് പറ്റുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പം വെള്ളം കുറച്ചുകൂടി ഒന്ന് പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് നമ്മുടെ തേങ്ങാപ്പിരിയാണ് ഇടുന്നത്. അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇപ്പം ഞാൻ ഒരു മീഡിയം എരിവിനനുസരിച്ചാണ് ചേർക്കുന്നത്. ഇതിലെ എരിവ് വേണമെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയായിട്ട് നമുക്ക് ചേർക്കാം. എന്നിട്ട് അതിനിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ആകാൻ വേണ്ടി ഒന്നും കൂടെ ഒരു 5 മിനിറ്റ് നേരം വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.